ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കണ്ടില്ല അല്ലേ? അപ്പോൾ പനി പിടിച്ചു പോയി. അപ്പോൾ അങ്ങനെ ആകെ ഇതായിപ്പോയി, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരുന്നതാണ്, അപ്പോഴേക്കാണ് പനി വന്നത്. അപ്പോൾ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിൻ്റെ ചാർട്ട് ഡീറ്റെയിൽസ് സ്ക്രീനിൽ നമ്മൾ പണ്ട് സ്ക്രീനിൽ കാണിക്കാറാണ് പതിവ് ഉണ്ടായിരുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നില്ല, അത് യൂട്യൂബിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പകരം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസം, അതായത് ഓഗസ്റ്റ് 2025 ഈ മാസത്തെ ഡിസ്കൗണ്ട് ആണ്. ഈ പ്രാവശ്യം വൈകിപ്പോയി. അപ്പോൾ 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എൻ്റെ ഓൾറെഡി കസ്റ്റമർ ആയിട്ടുള്ള ആൾക്കാർ, ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ നമ്പർ എൻ്റെ വാട്സപ്പിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടും, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പനി പിടിച്ച് പോയോണ്ടാണ് നമുക്ക് പിന്നെ വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞതും ഡിസ്കൗണ്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയാഞ്ഞതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുമായുള്ള പ്രണയബന്ധം ഈ വ്യക്തിക്ക് ഒരിക്കലും അവസാനിപ്പിക്കുവാൻ കഴിയില്ല എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇതെന്ത് അത്ഭുതമാണ് എന്ന് ഈ വ്യക്തി കരുതുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന എനർജി മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും ഈ പേഴ്സൺ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് 2 കാർഡ്സ് എടുക്കാം. അത് നിങ്ങളുടെ പേഴ്സണെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന കാർഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർസ് ആണ്. അതുപോലെ ദ നമ്പർ 5 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതൊരു സ്പ്ലിറ്റിംഗ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ആലോചിച്ചിരിക്കുന്നതല്ല ഈ പേഴ്സന്റെ ഫുൾ ടൈം ഹോബി. ഈ വ്യക്തിയുടേതായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് പഠിക്കുക, ജോലിക്ക് പോവുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന, കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഉഴപ്പ് കാണിക്കാറുണ്ട്. അതായത് നിങ്ങളോട് താല്പര്യമില്ല എന്നല്ല, നിങ്ങളോട് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട അങ്ങനത്തെ ചിന്തയല്ല. പകരം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ പേഴ്സണ് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകും. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഒരു ബിസി ആയിട്ടുള്ള, ഒരു സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും സ്വന്തമായിട്ട് ചിന്തിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ പേഴ്സണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം. ഈ ഒരു കാർഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് നെക്സ്റ്റ് എനർജി വന്നിരിക്കുന്നത് നമ്പർ 22 ആണ് ഈ ഒരു കാർഡിൻ്റെ നമ്പർ. അപ്പോൾ 22 എന്ന് പറയുന്നത് പോലും അതൊരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 2 + 2 = 4 ആണ്. സോ 4 എന്ന് പറയുന്നത് തന്നെ അതൊരു ഇരട്ട സംഖ്യയാണ്.
ഇവിടെ ഒരു ബാലൻസിങ് എനർജി നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് ആണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ മറ്റു പലവരും നിയന്ത്രിക്കുന്നതായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മറ്റു പലവരും നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സന്റെ പാരൻസിനോട് പറയുമ്പോൾ അവർ പറയും പ്രണയം പിന്നെ ആകട്ടെ, നമുക്ക് വേറെയും ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെയും ബാധ്യതകളുണ്ട്, അപ്പൊ അതൊക്കെ മാറിയിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നതായിട്ട്, അതായത് ഈ പേഴ്സണെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കാതെ എന്താ പറയാ അവര് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കാനും സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കുവാനും അതെടുക്കുവാനുള്ള തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ നിയന്ത്രിച്ച് ഈ പേഴ്സണ് മതിയായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ബോധം ഈ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങൾ എവിടെയായിരിക്കും, നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നിങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് അടുത്ത 2 കാർഡ്സ് എടുത്ത് നോക്കാം. ഈ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ എംപ്രസ് കാർഡ് ആണ്. ടൈം ടു ടേക്ക് ആക്ഷൻ, ഗീവ് ബർത്ത് ടു യുവർ ഡ്രീംസ് ആൻഡ് ക്രിയേറ്റീവ് പ്രൊജക്ട്സ് ആൻഡ് സക്സസ്ഫുൾ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഈ പേഴ്സൺ എന്തായാലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പൊ നിങ്ങളൊരു മാരീഡ് അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് നല്ലൊരു ജീവിതം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നന്നായിട്ട് നല്ലൊരു ജീവിതം, അതായത് നിങ്ങളായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങളെ കൂടെ കൂട്ടണമെന്നും നിങ്ങളെ സ്വന്തമാക്കണമെന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ വ്യക്തിയുടെ കൂടെ നിങ്ങളും കൂടി വേണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നിങ്ങൾ മാരീഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ, സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സണിന് ഒരു സ്വപ്നമുണ്ട്, പ്രതീക്ഷയുണ്ട്, ഒരുമിച്ചുള്ള ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാർഡും ഈ സെയിം എനർജിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത്? ക്യൂൻ ഓഫ് കപ്സ് ആണ്. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചധികം ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഫാമിലി ലൈഫ് ഉള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ട് പക്ഷെ അത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ മദർ ആണ്, സിംഗിൾ പാരന്റ് ആണ്, വിഡോ ആണ്, ഡിവോഴ്സി ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയാണ്. നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ടാകാം, മോശമായിട്ട് നിങ്ങളെ ചിത്രീകരിക്കുന്നുണ്ടാകാം, നിങ്ങളെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ദേഷ്യം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പേഴ്സണ് ദേഷ്യം തോന്നിക്കുന്നത് നിങ്ങളോടല്ല, മറ്റുള്ളവരോട്, നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരോട്. അതുകൊണ്ട് മറ്റുള്ളവർ എത്രത്തോളം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ, നിങ്ങളെ കളിയാക്കുന്നുവോ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നുവോ, അത്രത്തോളം ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ധൈര്യത്തെ ഈ പേഴ്സൺ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി? അതായത് നിങ്ങൾ ഒരുപക്ഷെ ഒറ്റയ്ക്ക് കുട്ടികളെയും കൊണ്ട് സിംഗിൾ പാരന്റ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട്, അതായത് ഇപ്പോൾ ഡിവോഴ്സിയാണ് അല്ലെങ്കിൽ വിഡോ ആണ്, ആ ഒരു സിറ്റുവേഷനിലൂടെ വളരെ തൻ്റെടപൂർവ്വം മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സണ് വളരെയധികം നിങ്ങളോട് ഒരു ആരാധനയാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് എനർജിയാണ്. ഒന്ന് സിംഗിൾ ആയിട്ടുള്ള ഒരു എനർജി, അതായത് മാരേജ് ഒന്നും ചെയ്യാത്ത സിംഗിൾ ആയിട്ടുള്ള എനർജി. മറ്റേത് എന്താണ്, കമ്മിറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എനർജിയാണ് രണ്ടാമത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇന്നൊക്കെ നെക്സ്റ്റ് നോക്കാം. പാസ്റ്റ് ലൈഫ് എനർജിയും നോക്കുന്നുണ്ട്, കറണ്ട് എനർജിയും നോക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ ട്രൂ ലവ് തന്നെയാണ്. ആൾ ഒരിക്കലും നിങ്ങളെ വിട്ടുകൊടുക്കില്ല, ആർക്കും ഈ പേഴ്സൺ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം ഈ പേഴ്സൺ എവിടെ പോയാലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ മറ്റാരിൽ നിന്നും ആത്മാർത്ഥമായിട്ടുള്ള ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ലഭിക്കുകയില്ല. അത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്നും മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ ഏതൊരു അവസ്ഥയിലും നിങ്ങൾ ഈ പേഴ്സനെ സ്നേഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സന്തോഷിച്ചിട്ടുണ്ട്, അതുപോലെ കരഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ കട്ടയ്ക്ക് ഒപ്പം നിൽക്കുന്ന, അതായത് ചങ്കാണ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഒരു ട്രൂ ലവ് തന്നെയാണ്. കാരണം അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അവിടെ ഒരു യാതൊരു തരത്തിലും കളങ്കവും നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് പാസ്റ്റ് ലൈഫ് എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് റിലേഷൻഷിപ്പ് റിപ്പീറ്റ് ആണ്, ഷിഫ്റ്റ്, റിലീസ് ഓർ എൻജോയ് എന്നാണ്. കാരണം ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പരസ്പരം തീരുമാനിക്കും, ഓക്കെ ഈ റിലേഷൻഷിപ്പ് നമുക്ക് നിർത്താം, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് പറഞ്ഞിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നിക്കുകയാണ്. അപ്പോൾ ഇതൊരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഒരു റിലേഷൻഷിപ്പ് എനർജിയാണ്. അത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയ ആളാണ്, വേറെ പ്രത്യേകിച്ച് ബന്ധമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മുജ്ജന്മ ബന്ധമുണ്ട്. നിങ്ങൾ രണ്ടുപേരും പാസ്റ്റ് ലൈഫിൽ നിന്നും തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന എനർജീസ്, അല്ലെങ്കിൽ ഇതിലെ സ്പെഷ്യൽ എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് പാത്ത് ആണ്. അതെ, നിങ്ങൾക്ക് ഒരിക്കലും വഴി തെറ്റിയിട്ടില്ല. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണെന്നും നിങ്ങൾ കൃത്യമായിട്ടുള്ള പാതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ ഒരു എനർജി പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ എക്സ് ആണ്. ഹീലിംഗ് ഫ്രം പാസ്റ്റ് ഹേർട്ട് ബ്രേക്ക്, ടേക്ക് ടൈം, ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് വളരെയധികം ട്രോമ ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രോമ, ആ ഒരു മാനസിക വിഷമം, അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമാണ്. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി തകർന്ന അവസ്ഥയിലാണ് അവസാനിച്ചത്. തകർന്ന രീതിയിൽ അവസാനം തകർന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതാണ്, പക്ഷെ അത് തകർന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ സഹായിച്ചത് നിങ്ങളും നിങ്ങളുടെ ഈ കണക്ഷൻ കൊണ്ട് മാത്രമാണ്. ഇതേ സെയിം അവസ്ഥ തന്നെയായിരിക്കാം നിങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ വളരെ ഹീലിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. 48 ദിവസം കിട്ടിയിട്ടുണ്ട്. 6-ാം തീയതി, 4-ാം തീയതി ജലസ് അസൂയായിട്ട് കാണിക്കുന്നുണ്ട്.
8-8 തീയതി പവർഫുൾ ഇൻഡ്യൂഷൻ, മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും സത്യമായിട്ട് വരും. സ്ലീപ്ലെസ് നൈറ്റ്, രാത്രി ഉറക്കൂല. സോൾമേറ്റ് കണക്ഷൻ, ലെറ്റർ ജെ, 699966, ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് 2025 ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പനി പിടിച്ചു പോയി, അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് വൈകിയത്. അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് പറയാനും മറക്കരുത്. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു. പണ്ടത്തെ പോലെ ഞാൻ സ്ക്രീനിൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. പകരം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.